ഓരോ മഴക്കാലം എത്തുമ്പോഴും പുറം ലോകവുമായി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഒരു ഗ്രാമം. പാലമില്ല, റോഡില്ല, റേഷൻ പോലും ചുമന്ന് പുഴ നീന്തിക്കടന്നും എത്തിക്കേണ്ട അവസ്ഥയാണ്. ഇടുക്കിയിലെ ഇടമലക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ വീണ്ടും ദുരിതത്തിലാണ്. ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ആദിവാസി സംഘടനകളുടെ ആവശ്യം. ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇടമലക്കുടി. മണലാർ ഭാഗത്ത് പാലമില്ലാത്തതിനാൽ അതിന് അപ്പുറത്തുള്ള 4-5 വാർഡുകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ദുഷ്കരമായി. നെന്മണൽക്കുടി സൊസൈറ്റിയിൽ നിന്ന് അവിടേക്കെത്താൻ 3 മണിക്കൂറോളം നടക്കേണ്ട സാഹചര്യമാണ്. റേഷൻ ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ പോലും കൃത്യമായി എത്തിക്കാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പുഴ നീന്തി കടന്നാണ് സാധനങ്ങൾ എത്തിക്കുന്നത്. മഴയിൽ ഭക്ഷ്യസാധനങ്ങൾ നനഞ്ഞു നശിക്കുന്നതും പതിവായി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ രേഷനരിയൊക്കെ കൊണ്ടുവരുന്നത് ഇവിടുത്താണ്. ഈ പാലത്തിലാണ്. ഈ നീരടിക്കുടിക്ക് പോകുന്ന വഴിയും കൂടെയാണ്. ഇവിടുത്തെ സർക്കാരുമായിട്ട് ഒരു പാലത്തിന്റെ ആവശ്യമുണ്ട് എന്ന് ഭയങ്കര തോന്നുന്നു. ഇവിടെ ഒരു അവസ്ഥയാണ്. ഇടമലക്കുടിയുടെ ഒറ്റപ്പെടലിന് ശാശ്വത പരിഹാരം കാണാൻ പാലവും റോഡും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയും വേഗം ഒരുക്കണമെന്നാണ് ആദിവാസി സംഘടനകളുടെ ആവശ്യം. റോഡ് സൗകര്യമില്ല, പിന്നെ പാലങ്ങളില്ല. മണലയാറ് പാലമില്ലാത്ത അതിൻ്റെ അപ്പുറത്തേക്ക് 4-5 വാർഡ് ഒറ്റപ്പെട്ടു പോയി. അതുപോലെ തന്നെ നെന്മണൽക്കുടി സൊസൈറ്റി കൂടി നിന്ന് 3 മണിക്കൂർ നടന്നു വേണം ഈ പാവങ്ങളെത്താൻ. അരി റേഷനൊന്നും ഇല്ലാതെ വലയുകയാണ് അവിടെ ജനങ്ങൾ. പുഴ നീന്തി കടന്നാണ് പോകുന്നത്. അരിയൊക്കെ നനഞ്ഞ് കഷ്ടപ്പെട്ട് നെന്മണൽക്കുടി ഒറ്റപ്പെട്ടു. അതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഓരോ മഴക്കാലത്തും ആവർത്തിക്കുന്ന ദുരിതത്തിന് താൽക്കാലിക നടപടികളില്ല. ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉറപ്പാക്കേണ്ടതെന്നാണ് ആദിവാസി സംഘടനകളുടെ ആവശ്യം. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടമലക്കുടിയിലെ ജനങ്ങളുടെ ആശങ്കയും വർദ്ധിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.